ഇത് നമ്മൾ ഉച്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ മുതൽ നല്ല മഴയാണ്. അപ്പൊ ഇതാ കൈപ്പയ്ക്കപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടി അപ്പൊ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കൈപ്പയ്ക്കപ്പേരി ഉണ്ടാക്കുമ്പോഴേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അവർക്ക് എന്താ കയ്പ്പല്ലേ, ബാക്കി ഏത് ഉപ്പേരിയുടെ പോലെയല്ല കൈപ്പയ്ക്ക. അപ്പൊ നമ്മൾ കൈപ്പയ്ക്കപ്പേരിയുടെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ ചെറുതായി അരിഞ്ഞിട്ട് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലേ നല്ല പോലെ പിഴിഞ്ഞെടുത്താൽ കുറേ കയ്പ്പ് പോട്ടോ. എന്താ അമ്മൂ? അതാണ് നല്ല സമയം നമുക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൈക്ക് സൗണ്ടേ ഇല്ല കേട്ടോ. ഒരു മൈക്ക് മാത്രമേ സൗണ്ട് ഉള്ളൂ. എന്താമ്മോ? പോണില്ലേ? വെള്ളം പോവും. അതൊന്ന് ചെറുതായിട്ട് വെള്ളത്തിൽപ്പെട്ടു. ഇപ്പൊ കണ്ടോ നീളം മുളക്, അത് കാണിച്ചു കൊടുക്കമ്മ. മുളക് എരിവില്ലാത്ത മുളക്, വലിയ വലിയ പച്ചമുളക് എന്താ വറുത്ത നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതെങ്ങനെ വറക്കുകയെന്നറിയോ? നമ്മൾ സാധാ എണ്ണയിൽ ഇട്ടിട്ടല്ല, അത് കാണിച്ചു തരാം. എണ്ണയിലിട്ട് വറുത്ത പൊട്ടിത്തെറിക്കില്ലേന്നോ? ആര് പറഞ്ഞ്? ഉള്ളിതാ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മള് കൈപ്പയ്ക്കിട്ട് കൊടുക്കണ്ട. അമ്മോ ആ മഞ്ഞപ്പൊടി എടുത്തു തരുമോ? അതാ വലിയ പാത്രത്തിൽ മഞ്ഞപ്പൊടി ഉപ്പുമാണ്. ആര് വാങ്ങിയില്ലേ? മഴയിട്ടേ ഇതാ നമ്മള് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ വാട്ടിയെടുക്കണേ. കൈപ്പയ്ക്കയുടെ കയ്പ്പ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പൊടിക്കൈകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? കാരണം കൈപ്പയ്ക്കൊക്കെ മക്കൾ കഴിക്കണത്. എന്നാ കൈപ്പയ്ക്ക് അച്ചാറിട്ടാ ഇവിടെ ഭയങ്കര ഇഷ്ടാട്ടോ മക്കൾക്ക്. അപ്പൊ അവര് കഴിക്കുകയും ചെയ്യും. തേങ്ങയും പച്ചമുളകും പാടെ ചതച്ചതാണ്, ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെയധികം കയ്പുണ്ടാവില്ല, പച്ചയാണ് നല്ല കയ്പുണ്ടാവില്ല. വേനൽക്കാലത്ത് മുളക് കൊണ്ടുവന്ന് കൊടുന്ന നാളേക്ക് കാണാം കപ്പിൽ പുളികളേനായിരിക്കും. നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചതിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോ എന്താണ് ആവണല്ല എന്ത് അല്ല, വേനൽക്കാലത്ത് വേഗം ഈ മുളക് അറിയാം. പറഞ്ഞിട്ടൊന്നുമില്ല. അതിന് എന്താ ഈ മുളകും ഉള്ളിയും പാടെ വറ്റിക്കായിരുന്നു എൻ്റെ അച്ഛമ്മ. ചെറിയ ഉള്ളി മുളകും പാടെ കൂട്ടിയിട്ടില്ലേ, ഇങ്ങനെ ഒരതി ഉടച്ചിട്ട് ചോറിക്ക് കൂട്ടാൻ തരുന്നു. ഇപ്പൊ എന്നാ അങ്ങനെ ചെയ്യണേ ഇല്ല. എന്നൊന്നും കൂട്ടാനില്ലാത്ത വീട്ടിൽ തന്നെ ഉണ്ടാവും. പച്ചമുളകും വഴുതനങ്ങയൊക്കെ അല്ലേ. വഴുതനങ്ങ തൈ കിട്ടുക വെച്ചാൽ 2-3 കൊണ്ടുവന്ന് വെക്കണം. വഴുതനങ്ങ ഉണ്ടാവുക വെച്ചാൽ കുറേ ഉണ്ടാവും. സാമ്പാർ ചന്തയിൽ പോകുമ്പോ ഉണ്ടാവുമായിരിക്കില്ലമ്മ? ചന്തയിൽ ഇപ്പൊ എല്ലാ തൈകളും ഉണ്ടാവും. പോയി വാങ്ങിച്ചു തരണം. 2 വെണ്ടയ്ക്ക വിത്ത് കുഴിച്ചിട്ടതാണ്. തൈകൾ കൊണ്ടുവന്നിട്ട് കുഴിച്ചിടാൻ പറ്റുള്ളൂ. ഒക്കെ കോഴികൾ തിന്ന് തീർത്തിട്ട്. പയറ് കുഴിച്ചിടാൻ പറ്റണില്ല, വെണ്ടയ്ക്ക ഒന്നും പറ്റണില്ല, കോഴികളൊക്കെ തിന്നാണ്. തൈകൾ എവിടെന്നെങ്കിലും കിട്ടുക കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞെല്ലാം അങ്ങനെ തിന്നാറില്ല. ഇപ്പൊ അരിമുളകും ചെടി പൂച്ചിട്ട് പൂക്കുമ്പോഴൊക്കെയാ പൂവൊക്കെ കൊത്തിക്കുന്നു. പൂവൊക്കെ പേരി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് കൂട്ടാൻ വെച്ചിട്ടില്ല. ഇന്നലെ വെച്ച മോരിക്കൂട്ടാൻ്റെ ഉണ്ട്. അപ്പൊ അത് കാരണം കൂട്ടാൻ വെച്ചില്ല കേട്ടോ. പേരിയും എന്താ മുളക് വെച്ചിച്ചതും ഉണ്ടെങ്കിൽ ഇപ്പൊ കൂട്ടാൻ ഇഷ്ടമില്ലാത്തവർക്ക്, എനിക്കൊന്നും കൂട്ടാൻ വേണമെന്നൊന്നും നിർബന്ധമില്ല. എനിക്ക് ഉപ്പേരി ആയാലും ചമ്മന്തി ആയാലും എനിക്ക് അതാ ഇഷ്ടം. അപ്പൊ പിന്നെ മക്കളും അങ്ങനെ, മക്കൾക്ക് നിർബന്ധമില്ല. ഇനി വൈകുന്നേരം ആകുമ്പോ എന്തെങ്കിലുമൊക്കെ വെക്കാന്ന് വിചാരിച്ചിട്ടേ ഇതാ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട്. നമ്മളിത് വാങ്ങുകയാണേ. കൈപ്പയ്ക്ക ഉപ്പേരിയൊക്കെ ഏകദേശം എല്ലാവരും ഒരേപോലെയല്ലേ വെക്കുക. പക്ഷെ ഈ മുളക് വറ്റിക്കണതില്ലേ, അത് വേറിട്ടായിരിക്കില്ല വെക്കുക. നമ്മളിതാ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്. വേറിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് നിറച്ചിട്ട് അങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന ആൾക്കാരുണ്ടാവും.
ചിലര് വെള്ളം ഒഴിച്ചിട്ടില്ലമ്മ. നെല്ലുത്തരിയുടെ എന്താ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ മുളക് വറ്റിച്ച് കഴിഞ്ഞാലേ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ എന്ത് രസമായിരിക്കും എന്നറിയോ? ഇപ്പൊ നെല്ലുത്തരി ഇല്ല. നമ്മളിത് ഇതില് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലും ഉപ്പ് നിറച്ചിട്ടുണ്ട്. കുറച്ച് മതി, മുളകിൽ ഉപ്പ് നിറച്ചല്ലേ. ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മണ്ടല്ലേ ഇത്? ഈ മുളക് വറ്റിക്കണതിന്റെ കൂടെ ചെറിയ ഉള്ളി ഇല്ലേ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. കീറാണ്ട് ഓരോന്നോരോന്നായിട്ടില്ലേ, അങ്ങനെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഈ മുളകിന്റെ എരിവും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് ആ ചെറിയ ഉള്ളി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്, വെളിച്ചെണ്ണയുടെ രുചിയൊക്കെ ആയിട്ട്. അങ്ങനെ പച്ചമുളക് കഞ്ഞിവെള്ളത്തിൽ വറ്റിച്ചിട്ടുണ്ടോ? നല്ല ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതേപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ പച്ചമുളക് കീറിയിട്ടിട്ട് മാന്തൾ മീനില്ലേ, ഉണക്ക മാന്തള്, അതും വറ്റിക്കൂട്ടോ. ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ട് അതും വേറെ രുചിയാണ്. അത് ഇവിടെ അമ്മൂനും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടാ. എന്ത് മാന്തള മീന് വറ്റിക്കണ കാര്യം പറയാ. അത് വെച്ചിട്ട് അത് കേട്ടൂലേ വേഗം? അത് വെച്ചിട്ട് കൊറേ ഇപ്പൊ അതിന് അങ്ങനെ മാന്തള് കൊണ്ടുവരുന്നില്ലല്ലോ. കൊളേനും കൊടുന്നപ്പോ വറക്കല്ലേ ചെയ്യാ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട്? മഴ ഉണ്ടോ? നമുക്കിവിടെ നല്ല മഴയാണ്. മഴ മാത്രല്ല കേട്ടോ, കറണ്ട് ലൈൻ കമ്പികളൊക്കെ അടുത്തൊക്കെ പോസ്റ്റൊക്കെ പൊട്ടി വീണക്കണു. പക്ഷെ എന്താന്നറിയില്ല, ഇവിടേക്ക് കറണ്ട് പോയില്ല വന്ന്. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഇവിടേക്കാണ് കറണ്ട് പോക്ക് കൂടുതൽ. ഇന്ന് നമുക്ക് അവിടെ എവിടെ അംഗനവാടിയുടെ അവിടെ ഏതാ പൊട്ടിയായിരുന്നു? അംഗനവാടിയുടെ അവിടുത്തെ എത്ര എൻ്റെ അച്ഛമ്മയ്ക്ക് മുളകും കൊണ്ടും ചെയ്യുന്നതാണ് ഒന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് ഒട്ടയ്ക്കും ഒരു മുട്ടിപ്പാച്ചട ഇത് സാധനം എടുത്തിട്ട് കയ്യിൽ ഉണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും. തങ്കാനേ എന്നാ പറയൂ. അപ്പൊ തങ്കാന് വന്നിട്ട് ഇന്നതേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യാന്നറിയോ? കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ചോറ് കൂടെ. അച്ഛമ്മ അച്ഛനെ തങ്കാനേന്ന് വിളിക്കും. അന്നത്തേക്ക് അതിന് വെളിച്ചെണ്ണ പറഞ്ഞ വെറുതെ ഉപ്പിട്ടിട്ട് വെറും ചോറ് കഴിക്കാൻ അത് രസാ. അങ്ങനെ കൂട്ടി ശീലായത്. അങ്ങനെ വഴുതനങ്ങി ഇതേപോലെ ചെയ്യും. അപ്പൊ വെളിച്ചെണ്ണ എന്തിനാ നല്ലേ? മണം ഉണ്ടാവില്ല. കഞ്ഞിവെള്ളമൊക്കെ ഇതാ പറ്റി. ഇതില് നമ്മള് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പയ്ക്കും കറണ്ട് പോവില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പയ്ക്കും കറണ്ട് പോയി. കറണ്ടൊക്കെ പോയി വന്നേ. ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. നമ്മുടെ മുളകില്ലേ വറ്റിച്ചതായിട്ടോ. കണ്ടുകൂടെ വെള്ളം വരുന്ന എന്താണെന്നറിയോ? തീയേ കെടുക കത്തുക അങ്ങനെ ഇട്ടേ കുറച്ച് നേരമായി കളിക്കണു. ഇതിന്റെ ഈ കറുപ്പ് കളർ കണ്ടിട്ട് ഒന്നും തോന്നണ്ട കേട്ടോ, അടി പിടിച്ചല്ല. കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇതാവുമ്പോ വരുന്നതാണ് അല്ലമ്മ. അത് കഞ്ഞിവെള്ളം വറ്റുമ്പോ വരുന്നതാണ്. അങ്ങനെ വറ്റിക്കാത്തവരൊന്നും വറ്റിച്ചിട്ടില്ലേ ചോറുണ്ടോക്കിയൊക്കെ കേട്ടോ. പിന്നെയും നിങ്ങൾക്ക് എന്താ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അതേപോലെ ഇങ്ങനെ മുളകൊക്കെ വറുത്തതും വറ്റിച്ചതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടാവും. ഇതിൻ്റെ കൂടെ ഒരു മോരാണ് പറഞ്ഞാൽ മോരും ഈ മുളകും ഉടച്ചിട്ട് കഴിക്കാൻ സൂപ്പറാണ്. എരിവുണ്ടെന്ന് ആരും കൂട്ടി നോക്കിയിട്ടില്ല. എങ്ങനെയുണ്ട്? കടിച്ചു നോക്ക്. ഉണ്ടാവില്ല. എരിവ് കമ്മിയാ. ഉപ്പൊക്കെ നല്ല പിടിച്ചിട്ട് നല്ല രസമുണ്ട് അല്ലേ? എന്താ ഞാൻ എന്നെ അഭിപ്രായം പറയണേ, നീ പറ. ഇത് കുട്ടികളൊരു വായിക്കൊരു കടിയെന്നേ ഉള്ളൂ. ഒന്ന് തീരെ എരിവില്ല. പയറുപോലെ ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.